നമസ്കാരം. എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്, ഒരു പാർട്ട് 1 ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ ക്ലാസ്സായി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും, കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ പാർട്ട് 1-ൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പഠിച്ചു പോയ പ്രധാനപ്പെട്ട റീജിയനുമായി ബന്ധപ്പെട്ട ഏരിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു MCQ ഡിസ്കഷൻ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. വലിയ ഡിലേ ഒന്നുമില്ലാണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിന് ശേഷവും നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പാർട്ട് 2 എന്ന രീതിയിൽ നോർത്തേൺ പ്ലെയിൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഓൾ. പിന്നെ വരുമ്പോഴേക്കും നിങ്ങളുടെ നോർത്തേൺ പ്ലെയിൻസ് കംപ്ലീറ്റ് കവറായി പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദി പാർട്ട് 1 ഡിസ്കഷൻ. ആദ്യത്തെ ചോദ്യം നോക്കാം. ദി നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ primarily composed of what? 1 igneous rock, 2 alluvial soil, 3 laterite soil, 4 black soil. ഒരു സംശയമില്ലാണ്ട് വളരെ എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണല്ലേ ഇത്. ഏതാ ഉത്തരം? നോർത്തേൺ പ്ലെയിൻസ് പ്രൈമറിലി ആരാൽ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണല്ലേ? നദികൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുണ്ടാവുന്നതല്ലേ? സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ബി, അലൂവിയൽ സോയിൽ. ശരിയല്ലേ? നമ്മൾ പറഞ്ഞതാണല്ലേ, സിന്ധു നദിയുടെയും ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും ഒക്കെ നിക്ഷേപങ്ങളാൽ സമ്പന്നമാകുന്ന പ്രദേശമാണ് ഈ ഉത്തരമഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ്. അതുകൊണ്ട് തന്നെ വേറൊരു മണ്ണിനത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതില്ല, അലൂവിയൽ സോയിൽ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ഇസ് നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് നോർത്തേൺ പ്ലെയിൻസ്? നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഫോർമേഷനുമായിട്ട് നേരിട്ട് പാർട്ടിസിപ്പൻ്റ് അല്ലാത്തൊരു നദി ചുവടെ തന്നിരിക്കുന്നതിലേത്? ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്, നർമ്മദ. ഏതാണ്? പേരിൽ തന്നെയുണ്ട് നോർത്തേൺ പ്ലെയിൻസിൽ ഗംഗ ബ്രഹ്മപുത്ര, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ് നമ്മൾ പറയാറ് പോലും ഉണ്ട്. അതിനകത്തില്ലാത്തത് നർമ്മദയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, നർമ്മദ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? ഇവിടെ നമുക്ക് വേണ്ട ഉത്തരം നർമ്മദയാണ്. ഇല്ലാത്തത് ആരാണ്? നർമ്മദയാണ്. അടുത്ത ചോദ്യം. ദ നോർത്തേൺ പ്ലെയിൻസ് എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ വിച്ച് 2 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏത് 2 ഫിസിയോഗ്രഫിക് ഡിവിഷനുകൾക്കിടയിലായിട്ടാണ് നോർത്തേൺ പ്ലെയിൻസിനെ കാണാൻ സാധിക്കുക? 1 ഹിമാലയാസ് ആൻഡ് ദ കോസ്റ്റൽ പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ദ ഹിമാലയാസ്, ഥാർ ഡെസേർട്ട് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ, ആരവല്ലീസ് ആൻഡ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചൊരു സാധനമുണ്ട് അല്ലേ? നോർത്ത് നിന്ന് സൗത്തിലുള്ള ഡിവിഷൻസ് ഒക്കെ പഠിച്ചതാണ്. ഏറ്റവും നോർത്തായിട്ട് ഹിമാലയ പർവ്വതവും അതിന് താഴെ ഉത്തരമഹാസമതലം നോർത്തേൺ പ്ലെയിൻസും അതിന് താഴെ പെനിൻസുലാർ പ്ലാറ്റ്യൂ. എന്ന് പറഞ്ഞാൽ പെനിൻസുലാർ പ്ലാറ്റ്യൂവിനും ഹിമാലയ പർവ്വതത്തിനും ഇടയിലായിട്ടാണ് ആര് നിൽക്കുന്നത്? നോർത്തേൺ പ്ലെയിൻസ് കാണുന്നത്. ശരിയല്ലേ? അപ്പോൾ ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ നോർത്തേൺ പ്ലെയിൻസ്. 1, ദേ ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് നോർത്തേൺ പ്ലെയിൻസ്. നമ്മൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഉത്തർപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ഒക്കെ കാര്യം പറയുന്ന ഓർക്കുക. അതൊക്കെ ഈ മേഖലയിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്, സംസ്ഥാനങ്ങൾ ഏതൊക്കെ വരുന്നു എന്നൊക്കെയുള്ളത്. അതൊക്കെ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. 2, ദേ പ്രൊവൈഡ് ഫെർട്ടൈൽ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് അനുയോജ്യമായ ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു മണ്ണ് അവൻ തരുന്നു. അതെ, ദേ ആർ ഡിവോയ്ഡ് ഓഫ് പെരീനിയൽ റിവേഴ്സ്. അവയിൽ പെരിനിയൽ റിവേഴ്സിൻ്റെ ഡിവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. പെരിനിയൽ റിവേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത് ഈ പ്രദേശത്ത്. ആണോ? പെരിനിയൽ നദികളല്ലേ ഇടേ ഗംഗയും ബ്രഹ്മപുത്രയും സിന്ധുവും ഒക്കെ എല്ലാ വർഷത്തിലുടനീളം വെള്ളം ഉണ്ടെന്ന് പറയുന്ന നദികളല്ലേ? ആ നദികളല്ലേ ഇവിടെ ഈ നിക്ഷേപ സമതലങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്? അവന്മാർ അതിലൂടെ തന്നെയല്ലേ ഒഴുകുന്നത്. അപ്പോൾ പിന്നെ ഇവിടം പെരിനിയൽ നദികളില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ മൂന്നാമത്തത് തെറ്റാണ്. മൂന്നാമത്തെ തെറ്റാകുമ്പോഴേക്കും ബാക്കിയെല്ലാം പോയി ഓപ്ഷൻ 1 മാത്രം എന്ന രീതിയിൽ അവശേഷിക്കുന്നു. ക്ലിയർ ആണേ? അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദി ഡിവിഷൻസ് ഓഫ് നോർത്തേൺ പ്ലെയിൻസ്, കൺസിഡർ ദ ഫോളോയിങ്. പഞ്ചാബ് പ്ലെയിൻസ് ആർ ഡ്രെയിൻഡ് ബൈ ദി ഇൻഡസ് സിസ്റ്റം. ഓക്കെ, ഈ പഞ്ചാബ് എന്ന പേര് തന്നെ, സംസ്ഥാനത്തിൻ്റെ പേരിൽ തന്നെ ഉള്ളത് 5 നദിയാണ്. ആ 5 നദിയും സിന്ധു നദിയാണ്. ചെനാബ്, സത്ലജ്, രവി, ബിയാസ്, പിന്നെ സിന്ധു.
ആ 5 നദികളുമാണ് ഈ പഞ്ചാബ് എന്നൊരു പ്രദേശത്ത് തന്നെ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ സിസ്റ്റം ആയിരിക്കണം പഞ്ചാബ് പ്ലെയിൻസിന് ഡ്രെയിൻ ചെയ്യുന്നത്. 2 ഗംഗാ പ്ലെയിൻസ് സ്പ്രെഡ് ഓവർ ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അതും ശരിയാണ് കേട്ടോ. ഗംഗാ പ്ലെയിൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് ആ സംസ്ഥാനങ്ങളിലൂടെ. ഹരിയാന വരെ നമ്മൾ ഏതിൽ പറഞ്ഞു? പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞു. അതേ ഹരിയാനയിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഗംഗാ സമതലം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. 3 ആസാം പ്ലെയിൻസ് ആർ ഫോംഡ് മെയിൻലി ബൈ ദ ബ്രഹ്മപുത്ര. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ആസാം സമതലവും പ്രധാനമായിട്ടും അവനിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് 3 ആക്ച്വലി ശരിയാണ്. ഇതിനകത്ത് ഓപ്ഷൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ചോദ്യം എന്താ? വിച്ച് ഓഫ് ദി എബോവ് ആർ കറക്റ്റ് എന്നല്ലേ? ആസാം പ്ലെയിൻസ് ആർ ഫോംഡ് മെയിൻലി ബൈ ബ്രഹ്മപുത്ര. ദാറ്റ് ഈസ് ട്രൂ. ആസാം പ്ലെയിൻസ് ആർ മെയിൻലി ഫോംഡ് ബൈ ബ്രഹ്മപുത്ര. അത് ശരിയാണ് കേട്ടോ. അതിനകത്ത് 3 ശരിയാണ്. ഓപ്ഷൻ എ അല്ല, 2 ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. 3 ശരി തന്നെയാണ് അതിനകത്ത് കേട്ടോ. ഓപ്ഷൻ ഡി തന്നെയാണ് ഇവിടുത്തെ ശരി ഉത്തരം. 3 ശരിയാണ്. ഓക്കെ, കണ്ടത് ഓപ്ഷൻ എന്നുള്ളത് എനിക്ക് നേരത്തെ എൻ്റെ അത് റിപ്പീറ്റായി വന്നതാണെന്ന് തോന്നുന്നു. ഇതല്ല, എല്ലാ എന്താ പറയുക ഡിവിഷൻസിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ്, ഒരു സംശയം വേണ്ട. അടുത്ത ചോദ്യം ഒരു അസേർഷൻ ആൻഡ് റീസൺ ആണ്. ദ നോർത്തേൺ പ്ലെയിൻസ് ആർ അഗ്രികൾച്ചറലി വെരി പ്രോഡക്റ്റീവ്. ഓക്കെ, അസേർഷൻ റൈറ്റ്, ട്രൂ ആണ്. റീസൺ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ആൻഡ് ഹാവ് പെരീനിയൽ റിവേഴ്സ്. കറക്റ്റ്. ഇത് രണ്ടും ശരിയാണ്. ആദ്യത്തെ അസേർഷന് കൃത്യമായ റീസൺ രണ്ടാമത്തെ തന്നെയാണ്. ശരിയല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലാൻഡായി മാറുന്നുവെങ്കിൽ അതിന് കാരണം പെരീനിയൽ റിവേഴ്സ് കൊണ്ടുവരുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽ ഇവൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ദ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഈസ് ഓൾസോ നോൺ ആസ് ദി ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. അസേർഷനാണ്. ശരിയല്ലേ? അതെ. റീസൺ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്. ഈസ്റ്റേൺ ഗട്ട്സിൻ്റെയും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇടയിലാണോ ഇവിടെ ഇവൻ ഇരിക്കുന്നത്? ആണോ? അല്ല, ഈസ്റ്റേൺ ഗട്ട്സിനും വെസ്റ്റേൺ ഗട്ട്സിനും ഇടയിൽ ഇരിക്കുന്നയാളാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ, പീഠഭൂമിയാണ്. ഇതല്ല. അപ്പോൾ രണ്ടാമത്തെ റീസൺ എന്തായാലും തെറ്റാം. അപ്പോൾ 1 ശരി 6 തെറ്റുമാണ് കേട്ടോ. സോ എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫാൾസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫാൾസ്. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം അസേർഷൻ ദ നോർത്തേൺ പ്ലെയിൻസ് ഹാവ് ഫെർട്ടൈൽ സോയിൽ. ശരിയാണ്. റീസൺ ദ അലൂവിയൽ ഡെപ്പോസിറ്റ് ബ്രോട്ട് ഡൗൺ ബൈ ഹിമാലയൻ റിവേഴ്സ് മേക്ക് ദ റിച്ച് സോയിൽ റിച്ച്. കറക്റ്റാണ്. അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം ദി ഫോർമേഷൻ ഓഫ് മിയാൻഡേഴ്സ് ഇൻ എ റിവർ ഒക്കേഴ്സ് മെയിൻലി ഡ്യൂ ടു വാട്ട്? ഒരു മിയാൻഡർ ഒരു നദിയിൽ ഉണ്ടാകണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? ഫാസ്റ്റ് ഫ്ലോ ഓൺ സ്റ്റീപ്പ് സ്ലോപ്പ്. ഫാസ്റ്റ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിയാൻഡർ ഉണ്ടാവില്ല. ഒബ്സ്ട്രക്ഷൻസ് ക്രിയേറ്റഡ് ബൈ അലൂവിയൽ ഡെപ്പോസിറ്റ്. അലൂവിയൽ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നദി കൊണ്ടുവന്ന നിക്ഷേപങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന തടസ്സം. പ്രസൻസ് ഓഫ് വാട്ടർഫോൾ. വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളയുമോ നദി? ഒരിക്കലുമില്ല. റിവർ ക്യാപ്ചർ. ഒരിക്കലുമല്ല. ഏതാണ്? ഒബ്സ്ട്രക്ഷൻസ് ക്രിയേറ്റഡ് ബൈ ദി അലൂവിയൽ ഡെപ്പോസിറ്റ് അല്ലേ? നമ്മൾ പറഞ്ഞതാണ് അലൂവിയൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്ന ഒബ്സ്ട്രക്ഷൻസ് കാരണമാണ് ഇവൻ എന്ത് ചെയ്യേണ്ടി വരുന്നത്? വളഞ്ഞൊഴുകേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ദി ഐസൊലേറ്റഡ് വാട്ടർ ബോഡി ഈസ് ഫോംഡ് വെൻ എ മിയാൻഡർ ലൂപ്പ് ഈസ് കട്ട് ഓഫ് ഫ്രം ദി മെയിൻ റിവർ ആർ കോൾഡ് ലഗൂൺ, ഓക്സ്ബോ ലേക്ക്, ഡെൽറ്റ, എസ്റ്റുവറീസ്. ഏതാണ്? ഓക്സ്ബോ ലേക്ക് അല്ലേ? ഒരു മിയാൻഡറിങ് നദിയിൽ നിന്ന്, പ്രധാന നദിയിൽ നിന്നും കട്ട് ഓഫായി മാറി ഉണ്ടാകുന്ന വാട്ടർ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ തടാകങ്ങളെന്ന്. അടുത്ത ചോദ്യം ദ നോർത്തേൺ പ്ലെയിൻസ് വെയർ ഫോംഡ് ബൈ ഡാഷ്. വോൾക്കാനിക് ഇറപ്ഷൻ, ഇറോഷൻ ബൈ വിൻഡ്, ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം, ഗ്ലേഷ്യൽ ഇറോഷൻ. ഏതാണ് കാരണം? ഇതിനകത്ത് ഗ്ലേഷ്യൽ ഇറോഷൻ വരില്ല, ഗ്ലേഷ്യൽ ഡെപ്പോസിഷൻ വരും. അതാണ് ഡെപ്പോസിഷൻ ഓഫ് അലൂവിയമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഓപ്ഷൻ സി, ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം എന്നുള്ളതാണ്. The northern plains cover an approximate area of 5 lakh square kilometer, 7 lakh square kilometer, 9 lakh, 12 lakh. എത്ര ദശലക്ഷം അല്ല എത്ര ലക്ഷം ചതുരശ്ര സ്ക്വയർ കിലോമീറ്റർ അടങ്ങുന്നുണ്ട് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ്? 7 അല്ലേ? നമ്മൾ പഠിച്ചതാണ്. 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ അടങ്ങുന്ന പ്രദേശമാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ് എന്ന രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം The length of northern plains is around 1200, 1800, 2400, 3000. ഏതാണ്? നോർത്തേൺ പ്ലെയിൻസിൻ്റെ നീളം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഹിമാലയൻ നദിയുടെ നീളത്തിന് സമാനമാണെന്ന് നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഹിമാലയൻ നദിയല്ല, ഹിമാലയത്തിന് സമാനമാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ?
അപ്പോൾ എത്രയാണ് ഓപ്ഷൻ സി 2400. കറക്റ്റ്. അടുത്ത ചോദ്യം, ദി ആവറേജ് വിഡ്ത്ത് ഓഫ് നോർത്തേൺ പ്ലെയിൻസ് വേരീസ് ബിറ്റ്വീൻ. ആവറേജ് വിഡ്ത്ത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ഒരു 100-150 മുതൽ ഒരു 500 കിലോമീറ്റർ വരെയുള്ള വീതി വരെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ 500ൻ്റെ പകുതി 250. 250 എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് കിടപ്പുണ്ട്? 240 മുതൽ 320 എന്ന് പറയുന്ന ഒരെണ്ണം കിടപ്പില്ലേ? ദാറ്റ്സ് ദി ആവറേജ് വിഡ്ത്ത് ഓഫ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ആർ ദി നോർത്തേൺ പ്ലെയിൻസ് വൈഡസ്റ്റ്? ഏറ്റവും വീതി കൂടിയ നോർത്തേൺ പ്ലെയിനിൻ്റെ ഭാഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഈസ്റ്റിലാണോ, വെസ്റ്റിലാണോ, സെൻട്രലാണോ, സൗത്ത് ആണോ എന്നാണ് ചോദ്യം. ഏത് ഭാഗത്ത് ഏറ്റവും കൂടുതൽ വീതി? വെസ്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ അല്ലേ? വെസ്റ്റേൺ പോർഷനാണ് ഏറ്റവും കൂടുതൽ വീതിയുള്ളതായിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി നാരോവസ്റ്റ് സെക്ഷൻ ഓഫ് ദി നോർത്തേൺ പ്ലെയിൻ? വെസ്റ്റ്, ഈസ്റ്റ്, സെൻട്രൽ, നോർത്ത്. ഏത്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇവൻ്റെ വീതി കുറയുന്നു എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? അപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോഴേക്കും കുറയുന്നു. ദാറ്റ് മീൻസ് ഈസ്റ്റിലാണ് ഏറ്റവും നാരോവസ്റ്റ് ആയിട്ടുള്ള പോർഷൻ വരിക. ഓക്കെ, ഓപ്ഷൻ ബി ഈസ്റ്റ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം, ദ നോർത്തേൺ പ്ലെയിൻസ് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ദ കോസ്റ്റൽ പ്ലെയിൻ, ഹിമാലയാസ് ആൻഡ് പെനിൻസുലാർ പ്ലാറ്റ്യൂ, വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്സ്, ഥാർ ഡെസേർട്ട് ആൻഡ് വിന്ധ്യ. ഏതാണ്? ഇതിന് സമാനമായൊരു ചോദ്യം നേരത്തെ നമ്മൾ കണ്ടതാണ്. ഓപ്ഷൻ ബി, ഹിമാലയാസ് ആൻഡ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിനിടയിലാണ് നമ്മുടെ ഈ നോർത്തേൺ പ്ലെയിൻസ് കാണുക അല്ലേ? അടുത്ത ചോദ്യം, വിച്ച് ഫാക്ടർ മേക്സ് ദ നോർത്തേൺ പ്ലെയിൻസ് അഗ്രികൾച്ചറലി പ്രോഡക്റ്റീവ്? കാർഷിക സംബന്ധമായി ഇതിനെ പ്രോഡക്റ്റീവ് ആക്കി മാറ്റുന്നത് ഏത് മേഖലയാണ്? ഒന്ന്, റോക്കി ടെറൈൻസ് ആൻഡ് ഡെസേർട്ട്. ബെസ്റ്റ്. അഗ്രികൾച്ചർ തഴച്ചു വളരാൻ പറ്റിയ ടെറൈൻ. പാറക്കഷ്ടങ്ങളും മരുഭൂമി ആണോ? ഒരിക്കലും അല്ല. ഫെർട്ടൈൽ സോയിൽ, അഡീക്വേറ്റ് വാട്ടർ ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ്. വേറെ ഒന്നും വേണ്ട. നോർത്തേൺ പ്ലെയിൻസ് എന്നല്ല, ഏതൊരു പ്രദേശത്തിനെയും അഗ്രികൾച്ചറിന് ഫേവറബിൾ ആക്കി മാറ്റണമെങ്കിൽ ഈ സാധനങ്ങൾ വേണം. അനുയോജ്യമാണ്, ശരിയല്ലേ? നദിയുടെ അഭാവം അല്ല, നല്ലപോലെ നദികൾ അവൈലബിൾ ആണ്. റെയിൻഫോളും ആവശ്യത്തിന്, സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് മഴയും ആവശ്യത്തിന് ഉത്തര മഹാസമതലത്തിന് നോർത്തേൺ പ്ലെയിൻസിന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. അഗ്രികൾച്ചർ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറാൻ കാരണമാകുന്നത്, സഹായിക്കുന്നത് ഇതിനാണ് എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓപ്ഷൻ ബി. ഓക്കെ ആണേ? അടുത്ത ചോദ്യം, ദ നോർത്തേൺ പ്ലെയിൻസ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് ഡെസേർട്ടഡ് റീജിയൻ. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ അധിവസിക്കാത്ത സ്ഥലം. സ്പാർസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ, വളരെ കുറഞ്ഞ പോപ്പുലേഷനുള്ള സ്ഥലം. ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ, തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ഫോറസ്റ്റ് കവേർഡ് റീജിയൻ. ഏതാണ്? ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ. ശരിയല്ലേ? വെരി ഗുഡ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജീവിതോപാധി തേടിത്തരുന്ന പ്രദേശങ്ങളിലായിരിക്കില്ല. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ കൃഷി എന്നത് ഉപജീവന മാർഗമാകുമ്പോൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയും വെള്ളവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്, തികച്ചും ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആകുന്നതിന് ഒരു തരത്തിലും നമുക്ക് ഈ നോർത്തേൺ പ്ലെയിൻസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ തരുന്ന അത്രയും എന്താ പറയുക, സമ്പന്നമായിട്ടുള്ള സമ്പത്ത്, മണ്ണിൻ്റെയും നദിയുടെയും ക്ലൈമറ്റിൻ്റെയും ഒക്കെ കാര്യമായിട്ട് നൽകുന്ന ആ ഒരു സമ്പത്ത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ അവിടേക്ക് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്ന രീതിയിൽ. അടുത്ത ചോദ്യങ്ങളൊന്ന് പരിശോധിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒന്ന്, മിയാൻഡേഴ്സ് ആർ ഫോംഡ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം വിതിൻ ദി റിവർ കോഴ്സ്. മിയാൻഡേഴ്സ് ആർ ഫോംഡ് ഡ്യൂ ടു ദി ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം വിതിൻ ദി റിവർ കോഴ്സ്. റിവർ അല്ലെങ്കിൽ നദി ഒഴുകുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഡെപ്പോസിഷൻസ് ഉണ്ടാകുന്നത് കാരണം ആണ് ശരിക്കും പറഞ്ഞാൽ മിയാൻഡേഴ്സ് ഉണ്ടാകുന്നത് പറയുന്നുണ്ട്. അത് ശരിയാണ്. 2, ഓക്സ്ബോ ലേക്സ് ആർ ഫോംഡ് വെൻ ദീസ് മിയാൻഡേഴ്സ് ഗെറ്റ് കട്ട് ഓഫ്. ഈ മിയാൻഡേഴ്സ് കട്ട് ഓഫ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതും ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? സോ ബോത്ത് 1 and 2 ഇസ് ദി റൈറ്റ് ആൻസർ. രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, നോർത്തേൺ പ്ലെയിൻസ് എക്സ്റ്റെൻഡ് ഓവർ 7 lakh square kilometer. ട്രൂ. Their length is about 2,400 kilometer. That is true. 2,400 കിലോമീറ്റർ നീളം. ആവറേജ് വിഡ്ത്ത് 240 മുതൽ 320 കിലോമീറ്റർ വരെ വരുന്നു. അതും ശരി തന്നെയാണ്. ഏതാണ് ശരി എന്നാണ് ചോദ്യം? 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. All the given measurements are correct. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1, the northern plains are widest in the east.
വിഡ്ത്ത് ഏറ്റവും കൂടുതൽ എവിടെയെന്നാണ് പറഞ്ഞത്? വെസ്റ്റിലാണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് വരുന്നതനുസരിച്ച് വിഡ്ത്ത് കുറയുന്നു എന്നുള്ളതല്ലേ നമ്മൾ കണ്ടത്? രാജസ്ഥാൻ സമതലമൊക്കെയാണ്, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാബ് സമതലം, പിന്നെ ഇവൻ കുറയും. ബ്രഹ്മപുത്ര സമതലമാകുമ്പോൾ പിന്നെയും കുറയും. അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റിൽ എന്ന് പറയാം, ഏറ്റവും കൂടുതൽ വെസ്റ്റിലാണ്. ഓക്കെ, അതുകൊണ്ട് ക്ലിയർ ദ സ്ക്രീൻ ഫസ്റ്റ്. അതുകൊണ്ട് ഉത്തരം ഏതാ? ഉത്തരം ഇവിടെ വെസ്റ്റ് വരണം. അപ്പോൾ ഇത് തെറ്റി. ഒന്നെന്തായാലും തെറ്റായത് കൊണ്ട് ഇതും പോയി, ഇതും പോയി. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദെയർ വിഡ്ത്ത് ഡിക്രീസസ് ടുവേർഡ്സ് ദ വെസ്റ്റ്. വിഡ്ത്ത് ഡിക്രീസസ് ടുവേർഡ്സ് ദ വെസ്റ്റ്. വെസ്റ്റിലോട്ട് പോകുന്നതനുസരിച്ച് വിഡ്ത്ത് കുറയുന്നു. നല്ല, വെസ്റ്റിലോട്ട് പോകുന്നതനുസരിച്ച് വിഡ്ത്ത് കൂടുക ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തെറ്റാണ്. അപ്പോൾ അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ ആണേ? വെരി ഗുഡ്. റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ പ്ലെയിൻസ് ആർ വൈഡസ്റ്റ് ഇൻ ദ വെസ്റ്റ് ആൻഡ് നാരോ ഇൻ ദി ഈസ്റ്റ്. യെസ്, അത് നമുക്കറിയാവുന്നതാണ് അല്ലേ? അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഒന്ന് ഇവിടെയും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഒന്ന്, ദ പ്ലെയിൻസ് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹിമാലയാസ് ആൻഡ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. യെസ്. രണ്ട്, they were formed by the deposition of alluvium over millions of years. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ അലൂവിയം നിക്ഷേപിക്കപ്പെട്ടുണ്ടായതാണ് ഈ പറയുന്ന നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ട്രൂ, ശരി തന്നെയാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് ആർ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ദി പ്ലെയിൻസ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, rich soil cover, water availability and a favorable climate makes the plains agriculturally productive. Beautiful, correct statement ആണ്. രണ്ട്, the region is sparsely populated due to frequent flood. അല്ല, sparsely populated അല്ല, densely populated ആണെന്ന് നമുക്കറിയാം. So one only is the right answer. Option A is the correct one. Densely populated ആണ്. frequent floodകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നേരാണ്. ഗംഗയുടെ ഭാഗമായിട്ടും ബ്രഹ്മപുത്രയിലും ഒക്കെ കാര്യമായിട്ട് ഈ ഫ്രീക്വൻറ്റ് ഫ്ലഡ് ഉണ്ടാവാറുണ്ട്. ബട്ട് ഇറ്റ് ഡസൻറ്റ് അഫക്ട് ദി പോപ്പുലേഷൻ ഓഫ് ദീസ് റീജിയൻസ്. ഓക്കെ, റൈറ്റ്. ഡിസ്പൈറ്റ് ഫ്ലഡ്സ് ദ പ്ലെയിൻസ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ്. അതാണ്, അതായത് ഫ്ലഡുകൾ ഉണ്ട് എന്നതിനുപരി, എന്നതിന് അപ്പുറം ഈ പ്രദേശങ്ങൾ അത്യാവശ്യം പോപ്പുലേറ്റഡ് ആയി തന്നെ കാണുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്ലഡ് ഉണ്ടാവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, river flowing through gentle slope form meanders. River flowing through gentle slope form meanders. അത് ശരിയാണല്ലോ. വലിയ സ്ലോപ്പ് അല്ല, സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് അല്ലാണ്ട് വളരെ ജെൻറ്റിലായിട്ടുള്ള വളരെ ചെറിയ സ്ലോപ്പുകളുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒഴുകുന്ന നദികളാണ് എന്ത് ഫോം ചെയ്യുക? മിയാൻഡേഴ്സ് ഫോം ചെയ്യുക. ശരി. രണ്ട്, മിയാൻഡേഴ്സ് മേ ഇവൻച്വലി ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഓക്സ്ബോ ലേക്സ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. മിയാൻഡറിങ് കാലക്രമേണ എന്തിന് രൂപം കൊടുക്കുമെന്ന് പറയുന്നു? ഓക്സ്ബോ തടാകങ്ങൾക്ക് രൂപം കൊടുക്കുന്നു എന്നത് പറയുന്നു. അത് ശരി തന്നെയാണ് കേട്ടോ, രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് ആർ കറക്റ്റ്. ബോത്ത് ആർ സ്റ്റേജസ് ഓഫ് ദി റിവർ കോഴ്സ് ഡെവലപ്മെൻറ്റ്. റിവർ കോഴ്സ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തന്നെയാണ് രണ്ടും, മിയാൻഡറിങ്ങും ഓക്സ്ബോ തടാകവും. അടുത്ത ചോദ്യം, അസർഷൻ റീസൺ ആണ്. അസർഷൻ, ഓക്സ്ബോ ലേക്സ് ആർ ഫോംഡ് ഇൻ റിവർ വാലീസ്. റിവർ വാലികളിൽ, നദീ താഴ്വരകളിലാണ് ഓക്സ്ബോ ലേക്കുകൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ശരിയാണ്, താഴ്വരകളിലാണ്. കാരണം സ്ലോപ്പ് താരതമ്യേന കുറഞ്ഞിരിക്കുന്ന സ്ഥലത്തായിരിക്കണം ഉണ്ടാകാൻ, അതുകൊണ്ട് നദീ താഴ്വരകളിലായിരിക്കും. റീസൺ, ദേ ആർ ക്രിയേറ്റഡ് വെൻ മിയാൻഡേഴ്സ് ഗെറ്റ് കട്ട് ഓഫ് ഫ്രം ദി മെയിൻ റിവർ. ശരിയല്ലേ? മിയാൻഡേഴ്സ് മെയിൻ റിവറിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുമ്പോഴല്ലേ ഇവൻ ഉണ്ടാകുന്നത്? കറക്റ്റ്. അപ്പോൾ റീസണും അസർഷനും കറക്റ്റാണ്. റീസൺ കറക്റ്റാണ് അസർഷൻ്റേത് എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Again, assertion reason ആണ്. The northern plains are agriculturally highly productive. Correct. Reason, they have a rich soil cover, perennial water supply and suitable climate. True. രണ്ടും ശരിയാണ്, കറക്റ്റ് റീസണുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെയും ശരി ഉത്തരമായിട്ട് പരിണമിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, again assertion and reason ആണ്. The width of northern plains is uniform throughout. തെറ്റ്. അസേർഷൻ തെറ്റാണ്.
അസേർഷൻ തെറ്റാണെന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലേ ഉള്ളൂ ഓപ്ഷൻ ഡിയിൽ. ബാക്കി എല്ലാത്തിലും അസേർഷൻ ട്രൂ എന്ന് നടക്കുന്നുണ്ടോ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, എ ഈസ് ട്രൂ. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റുകളിലും എ ട്രൂ എന്നാണ് നടക്കുന്നത്. നമുക്ക് ഏത് തെറ്റാന്നുള്ളത് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ആറ് വായിക്കുകയും വേണ്ട, ആറിനെ പറ്റി ചിന്തിക്കണ്ട. അല്ല എയുടെ കാര്യം എന്നാലും റീസൻ്റെ കാര്യം, ആറിൻ്റെ കാര്യം എന്നാലും പറഞ്ഞേക്കാം. ദ പ്ലെയിൻസ് ആർ വൈഡസ്റ്റ് ഇൻ ദ വെസ്റ്റ് ആൻഡ് നാരോവസ്റ്റ് ഇൻ ദ ഈസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ശരി തന്നെയല്ലേ. ഏറ്റവും കൂടുതൽ വൈഡായിട്ടുള്ളത് വെസ്റ്റിലും ഈസ്റ്റിലേക്ക് പോകുന്ന അനുസരിച്ച് നാരോ ആവുകയും ചെയ്യുന്നത്. അത് ശരിയുമാണ് എന്നുള്ളതുകൊണ്ടും എന്തായാലും അത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ദ രാജസ്ഥാൻ പ്ലെയിൻ ലൈസ് ഓൺ വിച്ച് സൈഡ് ഓഫ് ദി ആരവല്ലി റേഞ്ച്. ആരവല്ലിക്ക് ഏത് സൈഡിലാണ് കാണുന്നത്? ഈസ്റ്റിലാണോ, വെസ്റ്റിലാണോ, സൗത്തിലാണോ, നോർത്തിലാണോ? ശരിക്കും പറയാം നോർത്ത് വെസ്റ്റിലാണെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരില്ലെന്ന് പറയണം? വെസ്റ്റിലെന്ന് പറയണം. ഓക്കെ, അടുത്ത ചോദ്യം. ദ രാജസ്ഥാൻ പ്ലെയിൻ ഫോംസ് ദി വെസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് വിച്ച് ലാർജ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ? ഏത്? പ്ലാറ്റ്യൂ, പ്ലെയിന്, കോസ്റ്റൽ പ്ലെയിൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഡെക്കാൻ പ്ലാറ്റ്യൂ. ഏതാണ്? ഓപ്ഷൻ സി, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദി ലോക്കൽ നെയിം ഓഫ് ഫെർട്ടൈൽ പാച്ചസ് ഇൻ ദി ബാഗർ റീജിയൻ? ബാഗർ റീജിയനിൽ വരുന്ന ഫെർട്ടൈൽ പാച്ചസിൻ്റെ ലോക്കൽ നെയിം എന്താണെന്നാണ് ചോദിച്ചത്. എന്താ? റോഹി. അത് നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചു കേട്ടോ. റോഹി എന്ന പേരിൽ ഫെർട്ടൈൽ പാച്ചസിന് അറിയപ്പെടാറുണ്ട്. ബാഗർ റീജിയനിൽ വരുന്ന ഫെർട്ടൈൽ പാച്ചസിന് അറിയപ്പെടുന്ന പേരാണ് റോഹി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫെർട്ടൈൽ പാച്ചസ് ഓഫ് ദ ബാഗർ റീജിയൻ. അടുത്ത ചോദ്യം. വിച്ച് റിവർ ഫ്ലോ സീസണലി ഇൻ രാജസ്ഥാൻ? ഘാഗർ, ചമ്പൽ, ലൂണി, ബനാസ്. ഏതാണ്? ലൂണി നദിയാണ്. ശരിയല്ലേ? ലൂണി നദിയാണ് സീസണലായിട്ട് രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി എന്ന രീതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി ലൂണി എന്ന രീതിയിൽ പഠിച്ചു. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സോൾട്ട് ലേക്ക് ഇൻ രാജസ്ഥാൻ? ലോക്തക്ക്, അത് മണിപ്പൂരിലാണ്. സാംഭാർ, ചിലിക്ക, വൂളാർ. ഏതാണ്? സാമ്പാറിന് ഉപ്പുണ്ട് അല്ലേ? സാമ്പാറിന് ഉപ്പുണ്ട് എന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതി. ഉപ്പ് തടാകമാണ് രാജസ്ഥാനിലെ സാമ്പാർ അല്ലേ? രാജസ്ഥാനിലെ ഉപ്പ് തടാകം ഏതാണ്? സാമ്പാറാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലിക്കയും ഉപ്പ് തടാകം തന്നെയാണ്, പക്ഷെ അത് ഒഡീഷയിലാണ്. അടുത്ത ചോദ്യം. സാമ്പാർ ലേക്ക് ഈസ് ദി ലാർജസ്റ്റ് സോൾട്ട് ലേക്ക് ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. ദി താർ ഡെസേർട്ട് ഈസ് എൻറ്റയർലി കൺഫൈൻഡ് വിത്ത് രാജസ്ഥാൻ. ശരിയാണോ? താർ ഡെസേർട്ട് എന്നാൽ അത് പൂർണ്ണമായും രാജസ്ഥാൻ്റെ മാത്രം ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഹരിയാനയുടെ കുറച്ച് പോർഷൻസ്, പഞ്ചാബിൻ്റെ കുറച്ച് പോർഷൻസ്, ഗുജറാത്തിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഇതിനകത്ത് കയറുന്നുണ്ട് നമ്മൾ പറഞ്ഞു. സോ നോ, വാട്ട് ഈസ് റോങ്? 2. 2/3 ഓഫ് ദി താർ ഡെസേർട്ട് ലൈസ് ഇൻ രാജസ്ഥാൻ. 2/3 ഓഫ് ദി താർ ഡെസേർട്ട് എന്ന് പറയുന്നത് മാന്യം. അത് ഓക്കെ, അത് സമ്മതിക്കാം. 2/3 മൂന്നിൽ 2 ഭാഗവും എവിടെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. കറക്റ്റ്. പിടികിട്ടിയോ? സോ ഓപ്ഷൻ സി അല്ല, ബി ഇസ് ദ റൈറ്റ് ആൻസർ. 2 only. 1 തെറ്റാണല്ലോ. കറക്റ്റ്. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് രാജസ്ഥാൻ പ്ലെയിൻസ്. 1. മരുസ്ഥലി ഈസ് ദി സെമി ഏറിഡ് റീജിയൻ ഓഫ് രാജസ്ഥാൻ. മരുസ്ഥലി ഈസ് ദി സെമി ഏറിഡ് റീജിയൻ ആണോ? രാജസ്ഥാനിലെ സെമി ഏറിഡ് റീജിയൻ ആണോ മരുസ്ഥലി, അതോ ഏറിഡ് റീജിയൻ ആണോ മരുസ്ഥലി? ഏറിഡ് റീജിയൻ അല്ലേ? കംപ്ലീറ്റ്ലി ഡെസേർട്ടിഫൈഡ് ആയിട്ടുള്ള റീജിയൻ അല്ലേ നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യത്തെ തെറ്റല്ലേ? സെമി ഏറിഡ് റീജിയൻ ആണ് നമ്മുടെ ബാഗർ അല്ലേ? അപ്പോൾ ആദ്യത്തെ തെറ്റി. 2. രാജസ്ഥാൻ ബാഗർ ഇസ് ദി സെമി ഏറിഡ് പ്ലെയിൻ സപ്പോർട്ടിങ് സം അഗ്രികൾച്ചർ. ദാറ്റ് ഈസ് ട്രൂ. ബാഗറാണ് സെമി ഏറിഡ് പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ വ്യക്തം. 2ലും ഈ സെമി ഏറിഡ് വെച്ച് കാണിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത് 2ഉം രാജസ്ഥാൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടെയും സെമി ഏറിഡ് വരുമോ? 2ലും സെമി ഏറിഡ് വരുമോ? വരില്ല. 2 മേഖലയിലും സെമി ഏറിഡ് വരില്ല, വരാനുള്ള സാധ്യതയുമില്ല. ഓക്കെ, സോ വിൽ ബി മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ മാത്രമാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ശരി. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, പ്രോപ്പർ ഡെസേർട്ടാണ് മരുസ്ഥലി എന്ന് പറയുന്ന പ്രദേശം. അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 1. ദ ലോയസിക് പ്ലെയിൻസ് ഇൻ രാജസ്ഥാൻ ആർ ഫോംഡ് ഓഫ് ഫൈൻ വിൻഡ് ഡെപ്പോസിറ്റ്. കറക്റ്റ്. വിൻഡിൻ്റെ നിക്ഷേപങ്ങളാൽ ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ലോയസിക് പ്ലെയിൻ എന്ന് നമ്മൾ പറഞ്ഞതാണ്. 2. ദേ ആർ ഫെർട്ടൈൽ ബട്ട് വാട്ടർ സ്കേർസിറ്റി റെസ്ട്രിക്ട്സ് അഗ്രികൾച്ചർ.
അതും ശരി തന്നെയാണ്. ഫെർട്ടൈൽ ആയിരിക്കും, ഒരു പരിധിവരെ ഫെർട്ടൈലാണ്, പക്ഷേ വാട്ടറിൻ്റെ സ്കാർസിറ്റിയും ഉണ്ട് അവിടെ എന്നുള്ളത് കൃഷി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വിച്ച് ഈസ് വെരി വെരി ട്രൂ ഇൻ നേച്ചർ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. രണ്ടും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം അസേർഷൻ ആൻഡ് റീസൺ ആണ്. അസേർഷൻ: ദി രാജസ്ഥാൻ ബാഗർ സപ്പോർട്ട് ലിമിറ്റഡ് അഗ്രികൾച്ചർ. യെസ്. റീസൺ: ഫെർട്ടൈൽ പാച്ചസ് കാൾഡ് രോഹി എക്സിസ്റ്റ് ഇൻ ദിസ് റീജിയൻ. കറക്റ്റ്, ശരിയാണ്. ഫെർട്ടൈൽ പാച്ചസ് ആയ രോഹി എന്നീ പറയുന്ന പ്രദേശങ്ങൾ ഈ ബാഗറിൻ്റെ മേഖലയിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തിനെ ഫെർട്ടൈലായിട്ട് കൺസിഡർ ചെയ്യാം? ബാഗറിനെ ഫെർട്ടൈലായിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായി കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ശരി തന്നെയാണ്. അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ആണ്. അസേർഷൻ: ദ മരുസ്ഥലി റീജിയൻ ഓഫ് രാജസ്ഥാൻ ഈസ് ഹൈലി ഫെർട്ടൈൽ ആൻഡ് അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവ്. മരുസ്ഥലി മരുഭൂമിയാണ്, ഹേ, അതുകൊണ്ട് എന്ത് സംഭവിക്കത്തില്ല? ഫെർട്ടൈലും അല്ല, അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവും അല്ല. തെറ്റാണ് എന്നത് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെയും ഉള്ളൂ. ഇവിടെ കണ്ടോ, എ മാറും ട്രൂ, എ മാറും ട്രൂ, എ ട്രൂ. അപ്പോൾ തെറ്റെന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇത് വരുന്നത് മിക്കവാറും ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. അസേർഷൻ തെറ്റായിട്ട് വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും മറ്റതും കൂടി ഒന്ന് വായിച്ച് നോക്കാം. എന്താ റീസൺ എന്താ തന്നേക്കുന്നത്? ഇറ്റ് ഈസ് ദി ഡെസേർട്ട് പ്രോപ്പർ പാർട്ട് ഓഫ് ദി താർ ഡെസേർട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി പ്രോപ്പർ ഡെസേർട്ട് പാർട്ട് ഓഫ് ദി താർ ഡെസേർട്ട്. അത് ശരിയാണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് ഇൻഡിവിജ്വലി ശരിയാണ്. ഓക്കെ, എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉത്തരം പറഞ്ഞത്. അടുത്ത ചോദ്യം: ദ നോർത്തേൺ പ്ലെയിൻസ് വെർ ഫോംഡ് മെയിൻലി ബൈ റിവറൈൻ അലൂവിയൽ ഡെപ്പോസിറ്റ്. നോർത്തേൺ പ്ലെയിൻസ് വെർ ഫോംഡ് മെയിൻലി ബൈ റിവറൈൻ അലൂവിയൽ ഡെപ്പോസിറ്റ്. നദീജന്യ അലൂവിയൽ ഡെപ്പോസിറ്റ് കാരണമാണ് നോർത്തേൺ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ശരിയല്ലേ? ശരിയാണ്. രണ്ട്, ദ രാജസ്ഥാൻ പ്ലെയിൻ ഹാസ് സിഗ്നിഫിക്കൻ്റ് എയോലിയൻ ലാൻഡ് ഫോംസ് ലൈക്ക് ലോയസ്. റൈറ്റ്, എയോലിയൻ ലാൻഡ് ഫോംസ് ഉണ്ട്. അതായത് ഈ വിൻഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ലോയസ് നമ്മൾ പറഞ്ഞില്ലേ, ഡെപ്പോസിറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് അതുകൊണ്ട് ശരി ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുക. അടുത്ത ചോദ്യം കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1, മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ കോമൺ ഇൻ ദി രാജസ്ഥാൻ പ്ലെയിൻ. Meanders and the oxbow lakes are common in the Rajasthan plains. നദികളിലാണ് ഓക്സ്ബോ തടാകങ്ങളുടെയും മിയാൻഡേഴ്സിൻ്റെയും പ്രസിദ്ധമായ കാര്യം നമ്മൾ പറയുന്നത്. രാജസ്ഥാൻ പ്ലെയിനിൽ അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് പറഞ്ഞോ? നദിയുണ്ടോ? ഇല്ല. ദീസ് ഫീച്ചേഴ്സ് ആർ ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് നോർത്തേൺ പ്ലെയിൻസ്. അത് ശരിയാണ്. ഇത് നോർത്തേൺ പ്ലെയിൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ രാജസ്ഥാൻ പ്ലെയിനിൽ കാര്യമായ നദികളുടെ ഒന്നും പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മിയാൻഡേഴ്സും ഇല്ല, ഓക്സ്ബോ തടാകങ്ങളുടെ ഫോർമേഷനും വരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 1, ദ ലൂണി റിവർ ഈസ് എ സീസണൽ റിവർ ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ. ട്രൂ. 2, ദ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് ആർ പെരീനിയൽ റിവേഴ്സ് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ്. അതും ട്രൂ തന്നെയാണ്. ഗംഗയും ബ്രഹ്മപുത്രയും പെരീനിയൽ റിവേഴ്സ് തന്നെയാണ് ഉത്തരമഹാസമതലത്തിൽ നോർത്തേൺ പ്ലെയിൻസിൻ്റെ കാര്യത്തിൽ. സോ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ്സ്. റോഹി in the Bagar region are fertile patches of land suitable for farming. Correct. 2, Ghadar in the northern plains is fertile new alluvium deposit annually. അതും ശരിയാണ്. നമ്മൾ പക്ഷേ ഇതിനെപ്പറ്റി പഠിച്ചില്ല. അടുത്ത സെഷനിലാണ് നമ്മൾ ഈ ഖാദറിനെ പറ്റിയിട്ട് പഠിക്കുക. ബട്ട് ശരി തന്നെയാണ്. നമുക്ക് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 1, സാംഭാർ ലേക്ക് ഈസ് എ സോൾട്ട് ലേക്ക് ഇൻ രാജസ്ഥാൻ പ്ലെയിൻ. കറക്റ്റ്. സോൾട്ട് വാട്ടർ ലേക്സ് ആർ ആബ്സെൻ്റ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ്. അതങ്ങനെ? രാജസ്ഥാൻ പ്ലെയിനിൽ സാംഭാർ എന്ന സോൾട്ട് ലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നോർത്തേൺ പ്ലെയിൻസിൽ സോൾട്ട് വാട്ടർ ലേക്കുകൾ ആബ്സെൻ്റ് ആവുന്നത്? ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓവർ ദെയർ. സാൾട്ട് വാട്ടർ ലേക്സ് ആർ ആബ്സെൻ്റ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സി അല്ല ഇതിന് ഉത്തരം. 2 തെറ്റാണ്. 1 അതിൽ കണ്ടുപിടിക്കേണ്ട ശരി ഉത്തരവല്ലേ? എ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി അല്ല. ഓക്കെ, എ ഈസ് ദ റൈറ്റ് ആൻസർ. സോൾട്ട് വാട്ടർ ലേക്സ് ആർ ആബ്സെൻ്റ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സാംഭാർ ലേക്ക് നമ്മുടെ രാജസ്ഥാൻ പ്ലെയിനിൽ കാണുന്നില്ലേ? രാജസ്ഥാൻ പ്ലെയിൻ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ പിന്നെ ഇത് ആബ്സെൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 തെറ്റ്. 1 ശരിയാണ്. 1 ശരിയും 2 തെറ്റുമാണ് കേട്ടോ. അടുത്ത ചോദ്യം. നോർത്തേൺ പ്ലെയിൻസിനകത്ത് വരുന്നതാണ് രാജസ്ഥാൻ പ്ലെയിൻ കേട്ടോ. അതുകൊണ്ട് ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വിൻഡ് ഡെപ്പോസിറ്റഡ് പ്ലെയിൻ ഓഫ് രാജസ്ഥാൻ. ഏതാടേ? വിൻഡ് ഡെപ്പോസിറ്റഡ് പ്ലെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ലോസിക് പ്ലെയിൻ അല്ലേ?
ലോസ് പ്ലെയിൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി മാച്ചസ് ദ പ്ലെയിൻ വിത്ത് ഇറ്റ്സ് ഡോമിനൻറ്റ് ജിയോമോർഫിക് പ്രോസസ്? നോർത്തേൺ പ്ലെയിൻ വിൻഡ് ഡെപ്പോസിഷൻ, രാജസ്ഥാൻ പ്ലെയിൻ അലുവിയൽ ഡെപ്പോസിഷൻ, നോർത്തേൺ പ്ലെയിൻ ഫ്ലൂവിയൽ ഡെപ്പോസിഷൻ, രാജസ്ഥാൻ പ്ലെയിൻ ഗ്ലേഷ്യൽ ഡെപ്പോസിഷൻ. ഫ്ലൂവിയൽ എന്ന് പറയുമ്പോൾ ഈ നദികളുടെ ഡെപ്പോസിഷൻ തന്നെയാണ്, ഫ്ലോ കാരണമുള്ള ഡെപ്പോസിഷൻ. അതാണ് നോർത്തേൺ പ്ലെയിൻസ് ഫോം ചെയ്തിരിക്കുന്നത്. രാജസ്ഥാൻ പ്ലെയിനിന് വേണമെങ്കിൽ ഈ വിൻഡ് ഡെപ്പോസിറ്റ് പറയായിരുന്നു. പക്ഷേ രാജസ്ഥാൻ പ്ലെയിൻ അലുവിയൽ ഡെപ്പോസിറ്റ് കാരണം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തീർച്ചയായിട്ടും അതും ശരിയാകേണ്ടതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണെന്നുള്ളതുകൊണ്ടാണേ. അടുത്ത ചോദ്യം, വിച്ച് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഒന്ന്, മരുസ്ഥലി സെമി എയർഡ് ആണോ? അല്ല, നമ്മൾ അതേ പഠിച്ചു. രാജസ്ഥാൻ ബാഗർ ഡെസേർട്ട് പ്രോപ്പർ ആണോ? അല്ല. ഖാദർ ഓൾഡർ അലൂവിയമാണോ? അല്ല. ഭംഗർ ഓൾഡർ അലൂവിയമാണോ? അതെ, ഓപ്ഷൻ ഡി ആണ് അതിനകത്ത് ശരി ഉത്തരം. ഇത് നമ്മൾ പഠിച്ചില്ല, ഇത് രണ്ടും ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടത് പറയാം. എന്നാൽ പറഞ്ഞിരുന്നു അതിനകത്ത് അവനാണ് ശരി ഉത്തരമായിട്ട് വരുന്നതെന്ന്. Both northern plains and Rajasthan plain are agriculturally productive in some areas. Which factor limits the agriculture in the Rajasthan plains? രാജസ്ഥാൻ സമതലങ്ങളിൽ അഗ്രികൾച്ചറിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നുള്ളതാണ്. ഇൻഫെർട്ടൈൽ സോയിൽ ആണോ, ലാക്ക് ഓഫ് വാട്ടർ ആണോ, ആബ്സെൻസ് ഓഫ് റിവർ ആണോ, എക്സസീവ് ഫ്ലഡ് ആണോ? ഏതാണ്? ലാക്ക് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ലാക്ക് ഓഫ് വാട്ടർ റെസ്ട്രിക്റ്റ് ദി അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഓവർ ദെയർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്? ഓക്സ്ബോ ലേക്ക് നോർത്തേൺ പ്ലെയിൻസ്, സോൾട്ട് ലേക്ക് ദിദ്വാന സാംഭാർ രാജസ്ഥാൻ പ്ലെയിൻ, റോഹി പാച്ചസ് രാജസ്ഥാൻ ബാഗർ, ഓൾ ഓഫ് ദി അബവ്. ആബ്സല്യൂട്ട്ലി ഓൾ ഓഫ് ദി അബവ്. ഇതിനകത്തെല്ലാം ശരിയാണ്. അപ്പം അതാണ് ഞാൻ നോക്കിയത്, ഇതിനകത്ത് ഓപ്ഷൻ ഏതില്ല ശരിയാണല്ലോ വായിക്കുന്നത്. ഇന്ന് നോക്കി വരുമായിരുന്നു, എല്ലാം ശരിയാണ് എന്നത് ഓപ്ഷനിൽ കിടപ്പുണ്ട്. അതുകൊണ്ടെല്ലാം ശരി തന്നെയാണെന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം. യെസ്. So there we have reached into the conclusion അല്ലെങ്കിൽ end of that MCQ discussions. അപ്പോൾ ഈ MCQ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മളൊരു 2 ചോദ്യം, ഐ ബിലീവ് 2 questions, 2 ചോദ്യങ്ങൾ നമ്മൾ പാർട്ട് 2-ലും കൂടി എന്ന രീതിയിൽ പരിഗണിക്കുന്ന 2 ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന ഒട്ടനവധി ചോദ്യങ്ങൾക്കിടയിൽ. അത് സാരമില്ല, അതുമായി ബന്ധപ്പെട്ട അതേമാതിരിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പാർട്ടിൻ്റെയും MCQ ഡിസ്കഷനിൽ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് യു വോണ്ട് മിസ് എനി പാർട്ട് ഓഫ് ദാറ്റ്. അതുകൊണ്ട് അതിൽ ഭയപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നോക്കിയ കാര്യങ്ങളെല്ലാം തന്നെയും ചോദ്യങ്ങളെല്ലാം തന്നെയും നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിച്ചതിനോട് കൂടുതലും ഇംഗ്ലണ്ടായിട്ട് നിൽക്കുന്നതായിരുന്നു. ആ നോക്കി വന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. നമുക്ക് അടുത്ത ദിവസം പാർട്ട് 2 ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു.